ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം കാത്തിരിപ്പുയർത്തിയിരിക്കുന്ന തുടർ ഭാഗങ്ങളിൽ പ്രധാനമാണ് ദൃശ്യം 3. ഏതെങ്കിലുമൊക്കെ ഭാഷാ പതിപ്പുകളിലായി ഈ ചിത്രം കണ്ടിട്ടില്ലാത്ത സിനിമാ പ്രേമികൾ രാജ്യത്ത് അപൂർവമായിരിക്കും. ജീത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുന്ന ഒറിജിനൽ ദൃശ്യം എപ്പോൾ ആരംഭിക്കുമെന്ന ചോദ്യം മലയാളി സിനിമാ പ്രേമികൾക്കൊപ്പം മറുഭാഷാ ചലച്ചിത്ര പ്രവർത്തകരുടേത് കൂടിയായിരുന്നു. മലയാളം പതിപ്പ് ഈ വർഷം ഒക്ടോബറിൽ തുടങ്ങുമെന്ന് അണിയറക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അജയ് ദേവ്ഗൺ നായകനാകുന്ന ഹിന്ദി പതിപ്പിന്റേതായി ആലോചിക്കുന്ന റിലീസ് തീയതിയും അനൌദ്യോഗികമായി പുറത്തു വന്നിരുന്നു. ഹിന്ദി പതിപ്പ് എത്തുക മറ്റൊരു കഥയിലായിരിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമെന്ന് ജീത്തു ജോസഫ് തന്നെ പറയുന്നു. ചിത്രത്തിന്റെ തിരക്കഥാരചന അവസാന ഘട്ടത്തിലാണെന്നും ജീത്തു പറഞ്ഞു. തന്റെ കഥയെ അടിസ്ഥാനപ്പെടുത്തിയാകും ഹിന്ദി പതിപ്പും ഒരുങ്ങുകയെന്നും തിരക്കഥ പൂർത്തിയാക്കിയതിനു ശേഷം അത് ഹിന്ദി ടീമുമായി പങ്കുവയ്ക്കുമെന്നും ജീത്തു ജോസഫ് പറയുന്നു. അതിൽ തങ്ങളുടെ ചുറ്റുപാടിന് ചേരുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുമെന്നും പറയുന്നു. മലയാളം ഹിന്ദി പതിപ്പുകൾ ഒരേ സമയത്തായിരിക്കുമോ ചിത്രീകരിക്കുകയെന്ന ചോദ്യത്തിന് അതിപ്പോൾ ഉറപ്പിക്കാനാകില്ലെന്നും ജീത്തു ജോസഫ് പറയുന്നു. മലയാളം ഹിന്ദി തെലുങ്ക് പതിപ്പുകൾ ഒരേ സമയം റിലീസ് ചെയ്യണമെന്ന മറുഭാഷ അണിയറക്കാർ അപേക്ഷിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. മലയാളവും ഹിന്ദിയും മാത്രമല്ല, ഒപ്പം തെലുങ്ക് പതിപ്പും ഒരുമിച്ച് റിലീസ് ചെയ്യുന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. OTTയുടെ ഈ കാലത്ത് വെവ്വേറെ തീയതികളിൽ മറുഭാഷ പതിപ്പുകൾ എത്തിയാൽ തിയേറ്ററിൽ അതുണ്ടാക്കുന്ന സ്വാധീനം കുറയുമെന്നാണ് അഭിപ്രായമെന്നും ജീത്തു ജോസഫ്